ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ ഇതാ രാവിലെ എണീച്ചേരം ശരിക്കും നല്ലൊരു മടിയും പിന്നെ കുറച്ച് നേരം ടി വിയും ന്യൂസെല്ലാം കണ്ട് എന്താ പറയുക നമ്മളാകെ ഒരു മൂഡ് ഓഫ് ആയിരിക്കുന്നൊരു സമയമായിരിക്കുമല്ലോ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാനെല്ലാം ഒരു ഭയങ്കര മടിയില്ലായിരുന്നു. ഇപ്പോൾ രാവിലത്തെ കുറച്ച് പണിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ അലക്കാനിടലും അങ്ങനത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് മൂടിപ്പത്തിലും മറ്റേ വെജിറ്റബിൾ സ്റ്റ്യൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മൂടിപ്പത്തിൽ പിന്നെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാന്ന് തോന്നുന്നു. പച്ചരി എന്താ പറയുക ഒരു 4-5 മണിക്കൂർ സോക്ക് ചെയ്ത് അതിലേക്കൊരു കപ്പ് അരിയും ചോറും ഒരു കപ്പ് തേങ്ങയെല്ലാം ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കുക. കുറച്ച് നേർമയായിട്ട് എന്താ പറയുക ലൂസായിട്ട് അരക്കുക. അങ്ങനെ നേരി ദോശ ചുട്ടെടുക്കുക. അതാണ് നമ്മുടെ നാട്ടിൽ മൂടിപ്പത്തിൽ എന്ന് പറയും. പച്ചരി ദോശ, അരിദോശ, അങ്ങനെ പല പേരുണ്ട്. ഇതേപോലെ അരച്ചെടുത്തിട്ട് ശരിക്കും ഇത് നല്ലൊരു ടേസ്റ്റും ഭയങ്കര ഈസിയാണ്. രാവിലെ എല്ലാം എനിക്കധികം ഇതുണ്ടാവുക. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് സ്റ്റ്യൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വെജിറ്റബിളിൻ്റെ. അപ്പോൾ അതിനായിട്ട് ഇതാ ഫ്രോസൻ്റെ ഗ്രീൻ പീസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു കപ്പ്, ഒരു ചെറിയ പൊട്ടാറ്റോ, ഒരു ഹാഫ് ക്യാരറ്റ്, പിന്നെ ഒരു പകുതി തക്കാളി, പകുതി ഉള്ളി, 3 പച്ചമുളക്, പിന്നെ ഇതിലേക്ക് 2 ഗ്രാമ്പു, 2 ഏലക്കായ്, ഒരു കഷ്ണം പട്ട, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 കപ്പ് വെള്ളം. ഇതെല്ലാം ഇട്ട് കുക്കറിൽ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഇതും ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സ്റ്റൂ ആണിത്. ഇനിയിപ്പോൾ അതാ വേകുന്ന സമയം കൊണ്ട് ഇതാ വേറൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിക്കാം. അത് ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അതൊന്ന് മൂത്ത് കഴിഞ്ഞ് ഇതിലേക്ക് നമ്മളിതാ വേവിച്ച് വെച്ചിട്ടുള്ള വെജീസ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് 2ാം പാൽ ഒഴിക്കുക. 2ാം പാൽ ഒഴിച്ചിട്ടൊന്ന് കുറുകി ഒന്ന് വറ്റുന്ന പോലെ എന്താ പറയുക തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പോളം 1ാം പാലും കൂടി ഒഴിച്ച് കൊടുക്കുക. 1ാം പാൽ ഒഴിച്ചാൽ പിന്നെ അധികം തിളക്കണ്ട. എന്താ പറയുക ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയമാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതും ശരിക്കും ഈ മൂടിപ്പത്തിന് സ്റ്റൂ നല്ലൊരു എന്താ പറയുക നല്ല അടിപൊളി കറിയായത്, ദോശയും സ്റ്റൂവും. അപ്പോൾ ഇതിൽ രാവിലെ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയും ദോശ റെസിപ്പിയല്ല. അപ്പോൾ അതിന് പിന്നെ ഇതാ അതിലേക്ക് കുറച്ച് താളിച്ച് ഒഴിക്കുന്നുണ്ട്. വേറൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് 1 ടീസ്പൂൺ, പിന്നെ ഒരു 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇതും കൂടി പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതൊന്ന് കുറേ നേരം ഒന്ന് അടച്ചു വെച്ചാൽ തന്നെ ഇത്തിരി എന്താ പറയുക കുറുകി വരും ഈ കറി. എല്ലാം നല്ലോണം ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് അടച്ചിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് ദോശ ഇട്ടെടുക്കാം. അപ്പോൾ ഇത് നല്ല നേരി ദോശയായിട്ട് ചുട്ടെടുത്താൽ നല്ല രസമായിരിക്കും. അങ്ങനെ ദോശയും കറിയെല്ലാം ആയിട്ട് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇതാ കുറച്ച് നേരം ടി വി എല്ലാം കണ്ട് ന്യൂസൊക്കെ നോക്കി. ശരിക്കും രാവിലെ തൊട്ട് നമ്മൾ തന്നെ ആയിരിക്കും ഫുൾ ടൈം ന്യൂസ് തന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവും. എന്താ ചെയ്യുക, എല്ലാവരും വീണ്ടും ഒന്നുകൂടി പറയാം, എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.